നമസ്കാരം. ന്യൂസ് 4ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പത്തനംതിട്ടയിൽ കാട്ടാന കൊലപ്പെടുത്തിയ ബിജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം. തീരുമാനം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ചർച്ചയിൽ. മക്കളിൽ ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കും. നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. ഹർജിയിൽ ഭരണഘടനാ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിരീക്ഷണം. 10,000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി. റിയാസ് മൗലവി വധക്കേസിലെ വിധി ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. അന്വേഷണത്തിലും നടത്തിപ്പിലും വീഴ്ച പറ്റിയിട്ടില്ല. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കടലാക്രമണത്തിൽ തിരുവനന്തപുരത്ത് വ്യാപക നാശനഷ്ടം. കൊല്ലം മുണ്ടക്കലിൽ റോഡ് ഉപരോധിച്ചു നാട്ടുകാർ. ജില്ലാ കളക്ടറിന്റെ അധികാരിയുടെ ഗേറ്റിന്റെ വാതിലും നമ്മൾ ഇന്ന് പന്തം കൊടുത്ത് പ്രകടനം ചെയ്യും. ഏത് രാഷ്ട്രീയ ഉന്നതനുണ്ടെങ്കിലും ഞങ്ങളിൽ വെല്ലാൻ ഞങ്ങൾ തന്നെയാണ്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. IPLൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുംബൈയിൽ. ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ. വിശദാംശങ്ങളിലേക്ക്. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പുളിയൻ കുന്നുമല സ്വദേശി ബിജു ആണ് കൊല്ലപ്പെട്ടത്. വീട്ടുമുറ്റത്തു നിന്ന് ശബ്ദം കേട്ട് പുറത്ത് ഇറങ്ങിയപ്പോഴായിരുന്നു ആന ആക്രമിച്ചത്. വീട്ടുമുറ്റത്തെ കൃഷികൾ നശിപ്പിക്കുന്നത് കേട്ടാണ് ബിജു വീട്ടുമുറ്റത്തിറങ്ങിയത്.